ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ റെസിപ്പി കോർണർ. അപ്പോൾ ഇന്നൊരു മലബാർ സ്പെഷ്യൽ സ്നാക്ക് റെസിപ്പിയാണ്. മലബാറുകാരുടെ സ്വന്തം കലത്തപ്പം അഥവാ കുക്കറപ്പം എന്നൊക്കെ പറയും. അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. പക്ഷെ ഇതിൽ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ്, അതുപോലെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ നല്ല പെർഫെക്റ്റ് കലത്തപ്പം വീട്ടിൽ റെഡിയാക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ആദ്യം അതിനുള്ള ബാറ്റർ നമുക്ക് റെഡിയാക്കാം. അതിനായിട്ട് ഒരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം ഒരു 1/2 കപ്പ് തേങ്ങ തിരുമിയത്. ഇനി നമ്മൾ തേങ്ങ എടുത്ത അതേ അളവിൽ തന്നെ വെള്ളം. ഇനി ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 5 ഏലക്കായ, അതിന്റെ പുറന്തോടൊക്കെ കളഞ്ഞ് ആ കുരു മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇതുപോലെ. ഇനി ഇതിലേക്ക് 2 കപ്പ് വറുത്ത അരിപ്പൊടി. അപ്പൊ ഇത് അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ്. നല്ല നൈസായിട്ട് പൊടിച്ചെടുത്ത അരിപ്പൊടി. ഇനി ഇതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു 20 സെക്കൻഡ് കൂടി ഒന്ന് മിക്സറിൽ അടിച്ച് നല്ല ബ്ലെൻഡ് ആക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓരോ ബ്രാൻഡ് അരിപ്പൊടിക്ക് അനുസരിച്ച് വെള്ളത്തിൽ വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുക്കേണ്ടത്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര പാനി ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് ശർക്കര പൊടിച്ചതെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് കറക്റ്റ് മധുരമായിരിക്കും. മധുരം കൂടുതൽ വേണം എന്നുള്ളവര് ശർക്കര കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ്, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പൊ ശർക്കര എല്ലാം കൂടി നന്നായി ഒന്ന് അലിഞ്ഞു വരാനാണ്. ഇത് ഇങ്ങനെ തിളച്ച് വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് ഇങ്ങനെ തന്നെ ചൂടോടെ ഒരു അരിപ്പയിലൂടെ അരിച്ച് നമുക്ക് മാവിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ ശർക്കര പാനി ഒഴിച്ച ഉടൻ തന്നെ സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു 5 ലിറ്ററിന്റെ കുക്കറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിക്കുകയാണ്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഇനി 1/2 കപ്പ് ചുവന്ന ഉള്ളി ചേർത്ത് ഒന്നങ്ങ് മൂപ്പിച്ചെടുക്കാം. ഇതിപ്പോ കണ്ടോ, പാകമായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ബാറ്ററിന്റെ ചൂടൊക്കെ ഒന്നങ്ങ് കുറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോ ഒരു 75% ഫ്രൈഡ് ആയിട്ടുണ്ട്. ഇപ്പൊ ഇതിന്റെ ഫ്ലെയിം ഒരു 10 to 15 സെക്കൻഡ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി 1 മിനിറ്റ് സമയത്തേക്ക് നമ്മുടെ കുക്കർ ഇങ്ങനെ തന്നെ വെച്ചു കൊടുക്കാം. 1 മിനിറ്റ് കഴിയുമ്പോൾ കുക്കർ വിസിൽ മാറ്റിയിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കണം. ഇതുപോലെ ആവി വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം. ഇത് കുറച്ച് ഹൈറ്റ് കൂടി കുക്കർ ആയതുകൊണ്ട് കുക്കായി വരാൻ എനിക്കൊരു 12 മിനിറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഹൈറ്റ് കുറഞ്ഞ് നല്ല വിസ്താരമുള്ള കുക്കർ ആണെങ്കിൽ ഒരു 7-8 മിനിറ്റ് ഒക്കെ ആവുമ്പോഴത്തേക്കും നന്നായിട്ട് കുക്കായി കിട്ടും. ഇത് നന്നായി ഒന്ന് തണുക്കുമ്പോൾ സൈഡൊക്കെ ഇങ്ങനെ ഒന്ന് വിട്ട് വരുമ്പോൾ നമുക്കിത് കുക്കറിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് കലത്തപ്പം അഥവാ കുക്കറപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഫെയിൽ ആവില്ല, 100% ഷുവർ ആണ്. അപ്പൊ ഇതുപോലെ ഒരു ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ. ഒഴിച്ച ഉടൻ തന്നെ സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇതേപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്.